വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാരുതി സുസുക്കി അടുത്ത 2 വർഷത്തിനുള്ളിൽ പുതിയ ഹൈബ്രിഡ് ഇലക്ട്രിക് പുതുതലമുറ മോഡലുകൾ അവതരിപ്പിക്കും. ഗ്രാൻഡ് വിറ്റാര 7 സീറ്റർ ഇലക്ട്രിക് വിറ്റാര, ഫ്രോങ്സ് ഹൈബ്രിഡ്, പുതുതലമുറ ബലേനോ, ഇലക്ട്രിക് ഹാച്ച്ബാക്ക്, കോമ്പാറ്റ് MPV എന്നിവയാണ് പുതിയ മോഡലുകൾ. പുതിയൊരു കാർ വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കുന്നതാവും ഉചിതം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി അടുത്ത 2 വർഷത്തിനുള്ളിൽ ആവേശകരമായ നിരവധി ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ഇന്ധനക്ഷമതയുള്ള ഹൈബ്രിഡ് SUVകൾ മുതൽ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് വാഹനങ്ങളും ബെസ്റ്റ് സെല്ലറുകളുടെ പുതിയ മോഡലുകളും ഒക്കെ ഉൾപ്പെടും. ഇന്ത്യയിൽ വരാനിരിക്കുന്ന മികച്ച മാരുതി കാറുകളുടെ പ്രധാന വിശദാംശങ്ങൾ അറിയാം. 2025 രണ്ടാം പകുതിയിൽ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര SUVയുടെ 3 നിര പതിപ്പ് അവതരിപ്പിക്കും. ഈ 7 സീറ്റർ SUVയിൽ അതിന്റെ ഡോണർ പതിപ്പിനേക്കാൾ നീളമുള്ളതായിരിക്കും. അധിക സീറ്റുകളുടെ ഒരു നിരയും ഇതിൽ ഉൾപ്പെടുന്നു. 5 സീറ്റർ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി മാരുതി ഗ്രാൻഡ് വിറ്റാര 7 സീറ്റർ ലെവൽ 2 ADAS സ്യൂട്ടും ചില അധിക ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യും. 5 സീറ്റർ ഗ്രാൻഡ് വിറ്റാരയിൽ നിന്ന് 1.5 ലിറ്റർ മൈൽഡ് സോങ് ഹൈബ്രിഡ് പവർ ട്രെയിനുകൾ ഇതിൽ കടമെടുക്കും. മാരുതി സുസുക്കിയിൽ നിന്നുള്ള ആദ്യത്തെ ഇലക്ട്രിക് ഓഫർ ആയിരിക്കും മാരുതി സുസുക്കി ഈ വിറ്റാര. വരും ആഴ്ചകളിൽ ഇത് പുറത്തിറങ്ങും. തിരഞ്ഞെടുത്ത നെക്സ ഡീലർഷിപ്പുകളിൽ ഈ EVയുടെ അനൗദ്യോഗിക ബുക്കിംഗുകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വിറ്റാരയുടെ പവർ ട്രെയിൻ സജ്ജീകരണത്തിൽ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഉൾപ്പെടും. 500 കിലോമീറ്ററിലധികം MIDC റേറ്റഡ് റേഞ്ച് ഈ EV വാഗ്ദാനം ചെയ്യുമെന്ന് മാരുതി സുസുക്കി സ്ഥിരീകരിച്ചു. വരാനിരിക്കുന്ന മാരുതി സുസുക്കി കാറുകളുടെ പട്ടികയിൽ അടുത്തത് ഫ്രോങ്സ് ഹൈബ്രിഡ് ആണ്. ഈ കോമ്പാറ്റ് ക്രോസ് ഓവർ 2026-ൽ മാരുതി സുസുക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിനിന്റെ അരങ്ങേറ്റം കുറിക്കും. സ്വിഫ്റ്റിന്റെ 1.2 ലിറ്റർ ഇസെറ്റോൾ ഈ പെട്രോൾ എഞ്ചിനുമായി ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റവുമായി ജോഡിയാക്കാനാണ് സാധ്യത. മാരുതി ഫ്രോങ്സ് ഹൈബ്രിഡ് 35 കിലോമീറ്ററിൽ കൂടുതൽ ഇന്ധനക്ഷമത നൽകും. അതിന്റെ സാധാരണ പെട്രോൾ എതിരാളിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈബ്രിഡ് പതിപ്പ് കൂടുതൽ ചെലവേറിയതാകും. 2026-ൽ മാരുതി ബലേനോ ഹാച്ച്ബാക്കിന് ഒരു പുതുതലമുറ മാറ്റം സംഭവിക്കും. മാരുതി സുസുക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനുമായിട്ടായിരിക്കും പുതിയ മോഡൽ പുറത്തിറങ്ങുക. ഫ്രോങ്സ് ഹൈബ്രിഡിന് സമാനമായി സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയുമായി ജോഡിയാക്കിയ 1.2 ലിറ്റർ ഇസഡ് സീരീസ് പെട്രോൾ എഞ്ചിനും ഇത് വാഗ്ദാനം ചെയ്തേക്കാം. നിലവിലുള്ള 1.2 ലിറ്റർ പെട്രോൾ CNG ഇന്ധന ഓപ്ഷനുകൾ 2026 മാരുതി ബലേനോയിൽ തുടരും. ഹാച്ച്ബാക്കിന് സമഗ്രമായ ഡിസൈൻ മാറ്റങ്ങളും ഫീച്ചർ അപ്ഡേറ്റുകളും ലഭിച്ചേക്കാം. എങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ വരാനിരിക്കുന്ന മറ്റൊരു മാരുതി കാറാണ് ഇലക്ട്രിക് ഹാച്ച്ബാക്ക്. ഇത് സുസുക്കി EWX ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ടാറ്റ ടിയാഗോ EVയുടെ താങ്ങാനാവുന്ന വിലയിൽ ഇലക്ട്രിക് എതിരാളിയായി ഇത് വരും. ഈ പുതിയ മാരുതി ഇലക്ട്രിക് ഹാച്ച്ബാക്കിൽ ഒരു ചെറിയ ശേഷിയുള്ള ബാറ്ററി പാക്ക് ഉണ്ടായേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജാപ്പനീസ് വിപണിയിൽ വിൽക്കുന്ന സ്പേസിയയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സബ് കോമ്പാറ്റ് MPV അവതരിപ്പിക്കാൻ മാരുതി സുസുക്കി പദ്ധതിയിടുന്നു. റെനോ ട്രൈബർ, മാരുതി എർട്ടിഗ, നിസാന്റെ വരാനിരിക്കുന്ന കോമ്പാറ്റ് MPV എന്നിവയ്ക്ക് ഇത് നേരിട്ടുള്ള എതിരാളിയായിരിക്കും. നിലവിൽ പവർ ട്രെയിൻ വിശദാംശങ്ങൾ ലഭ്യമല്ല. ജപ്പാനിൽ സുസുക്കി സ്പേസിയ 660cc എഞ്ചിനിലാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ത്യയിൽ സ്വിഫ്റ്റ് ഹാച്ച്ബാക്കുമായി 1.2 ലിറ്റർ ഇസഡ് സീരീസ് പെട്രോൾ എഞ്ചിൻ പങ്കിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.